അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലെ വിലപ്പെട്ട ദിനങ്ങളാണ് ഇനി നമുക്ക് കടന്നു വരുന്നത്. അതായത് മഹത്തായ പരിശുദ്ധ തിങ്കളാഴ്ച ദിവസം, പരിശുദ്ധ റബീഉൽ അവ്വൽ 12-ാം ദിവസമാണ്. എന്നാണ് ലോകത്ത് അതുപോലത്തൊരു നാള് കടന്നു വരാനില്ലാത്ത, പകരം വെക്കാനില്ലാത്തൊരു നാള്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ ദിവസം. ആ പരിശുദ്ധ ദിവസം, ആ പരിശുദ്ധമായ മണിക്കൂർ വല്ലാത്ത മൂല്യമുള്ളതാണ്. ആ ഒരു ദിവസം നമുക്ക് മുത്തായ തങ്ങളെ നമുക്കാവുന്ന രീതിയിൽ തങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയണം. നമുക്ക് നന്നായ ആ ദിവസം തങ്ങളെക്കുറിച്ച് മദ്ഹ് പാടാനും, തങ്ങളെ അവിടുത്തെ മദ്ഹാകുന്ന ഏറ്റവും നല്ല മദ്ഹ് അവിടുത്തെ സ്വലാത്താണ്. അവിടുത്തെ വിശേഷണങ്ങൾ ധാരാളം പറയുന്ന നല്ല നല്ല സ്വലാത്തുകൾ, നമ്മുടെ മജ്ലിസിൽ ചൊല്ലപ്പെടുന്ന സ്വലാത്തുകൾ വല്ലാത്ത അത്ഭുത സ്വലാത്തുകളാണ്. ഇത്തരത്തിലുള്ള സ്വലാത്തുകൾ ധാരാളമായ ദിവസം ചൊല്ലാൻ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അവിടത്തോടുള്ള ഹുബ്ബ് അല്ലാഹു നമ്മുടെ മനസ്സിൽ നിറച്ചു തരട്ടെ. അവിടുത്തെ ആ പരിശുദ്ധമായ പൂമുഖം നമുക്ക് ഉറക്കിലും ഉണർവിലും ദർശിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഇന്നത്തെ ദിവസം ചൊല്ലാനുള്ള അതിപ്രധാനപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ എല്ലാവരും നല്ല ഇഖ്ലാസോടെ തന്നെ ചൊല്ലണം. അതിന് മുമ്പായി നമുക്ക് ഇസ്തിഗ്ഫാറും തഹ്ലീലും ചൊല്ലാനുണ്ട്. എല്ലാവരും നല്ല ഉദ്ദേശത്തോടു കൂടെ, നല്ല നിയ്യത്തോടു കൂടെ തന്നെ ഇരിക്കുക. അല്ലാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും, എല്ലാ ആവശ്യങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു തആല തീർത്തു തന്ന് നമുക്കുള്ള വിഷമങ്ങൾ എല്ലാറ്റിനും പരിഹാരമായി അല്ലാഹു ഈ മജ്ലിസിനെ അല്ലാഹു ആക്കി തീർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم. 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 جددوا إيمانكم ونذروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله. 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 لا إله إلا الله.
لا إله إلا الله 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 അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ചൊല്ലാനുള്ള അത്ഭുതമായ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ. ഇതിന്റെ മഹത്വം അറിയാത്തവരുണ്ടാവുകയില്ല. കാരണം നമ്മുടെ മജ്ലിസിൽ നിരന്തരമായി ഇതിന്റെ മഹത്വം പറഞ്ഞിട്ടാണ് ദിക്ർ ചൊല്ലാറുള്ളത്. എന്നാൽ ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചതാണ്. ബഅലവി ത്വരീഖത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മുഹിമ്മായ അവരുടെ പ്രധാനപ്പെട്ട ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലിയാൽ 100 തവണ ചൊല്ലിയാൽ ദിനം പ്രതി കാനലഹു അമാന മിനൽ ഫഖർ, അദ്ദേഹത്തിന് ഒരിക്കലും ഫഖർ ഉണ്ടാവുകയില്ല, ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. വയുഅ്മന മിൻ വഹ്ശത്തിൽ ഖബർ, ഖബറിൽ ഒറ്റക്ക് കിടക്കുന്ന ഒരവസ്ഥ വരില്ല. വസ്തുജ്ലിബ ബിഹിൽ ഗൈന, ഐശ്വര്യമുള്ള ജീവിതം അദ്ദേഹത്തിന് വലിച്ചു കൊണ്ടുവരും. വസ്തുകുരി അബിഹി ബാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ അദ്ദേഹം ഇതുവഴി മുട്ടുകയാണ്. അത്രയും മഹത്വമുള്ള ദിക്റാണ്. എല്ലാവരും 100 തവണ ഉപയോഗിച്ച് ചെല്ലണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ لا إله إلا الله الملك الحق المبين 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 لا إله إلا الله الملك الحق المبين
لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين الله ويني قبول شيئا رحماني إن شاء الله
നമുക്കിനി സ്വലാത്തിലേക്ക് കടക്കാം. ആദ്യം ചൊല്ലുന്ന സ്വലാത്താണ് സ്വലാത്ത് സഅദ, വിജയത്തിന്റെ സ്വലാത്ത് എന്നറിയപ്പെടുന്ന ഈ മഹത്തായ സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ മറ്റു സ്വലാത്തുകൾ 6 ലക്ഷം ചൊല്ലുന്നതിനോട് തുല്യമായിരിക്കും. ഇത്രയും അത്ഭുതമാണ് സ്വലാത്ത് സഅദ, വിജയത്തിന്റെ സ്വലാത്ത് എന്നറിയപ്പെടുന്ന ഈ സ്വലാത്ത്. എല്ലാവരും 11 തവണ കൂടെ ചൊല്ലുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. الله നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമുക്കിനി സ്വലാത്തുൽ കമാലിയ ചൊല്ലാം. ഈ സ്വലാത്ത് വല്ലാത്ത അമൂല്യമായ ഒരു സ്വലാത്താണ്. മഹാന്മാരുടെ പ്രധാനപ്പെട്ട അവരുടെ വൃത്താകുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത്. കാര്യങ്ങൾക്ക് ശേഷം വരെ അവർ പതിവാക്കിയ അത്ഭുത സ്വലാത്ത്. ഈ സ്വലാത്ത് ഒരു തവണ ചൊല്ലിയ ചില മഹാന്മാർ പറയുന്നത് 14 കോടി സ്വലാത്ത് ചൊല്ലിയതിനോട് ഒറ്റ സ്വലാത്ത് നിൽക്കുമെന്ന്. അത്രയും മഹത്വമാണ് ഈ സ്വലാത്ത്. ചില മഹാന്മാർ പറയുന്നത് ഇത്രയും കൃത്യമായി നമുക്കത് പറയാൻ പറ്റുകയില്ല. അത്രയും മഹത്വമാണ് ഈ സ്വലാത്തിന്റെ പവർ. അതുകൊണ്ട് എല്ലാവരും എന്റെ കൂടെ 11 തവണ ഏറ്റി ചൊല്ലുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد
وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമുക്കിനി ചൊല്ലാനുള്ള സ്വലാത്തുൽ ആലിൽ ഖദർ. സ്വലാത്തുൽ ആലിൽ ഖദർ നമുക്ക് ചൊല്ലാം. ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ശരീരം മരിച്ചതിന് ശേഷം ഖബറിലേക്ക് എടുത്തു വെക്കുക മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങൾ കൊണ്ടായിരിക്കും. ദിവസവും 10 വെള്ളിയാഴ്ച ദിവസം 100 തവണ പതിവാക്കി വരണം. ആ ഒരു മഹത്വം ലഭിക്കാൻ നമ്മുടെ മജ്ലിസിൽ കൂടുന്നവർക്ക് ആ ഒരു ഭാഗ്യം ലഭിക്കാറുണ്ട്. അല്ലാഹു അത് തുടരാനുള്ള തൗഫീക്ക് തരട്ടെ. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമുക്കിനി സ്വലാത്തുൻ നാരിയ നമ്മുടെ പ്രധാനപ്പെട്ട സ്വലാത്താണ്. സ്വലാത്തുൻ നാരിയ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ ദിവസവും 11 തവണ ചൊല്ലുന്നവന് അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടും. അവനിക്ക് ആവശ്യമുള്ള സർവ്വതും അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നത് പോലെ ആകാശത്ത് നിന്ന് ഇറങ്ങുന്നത് പോലെ അവനിക്ക് ആവശ്യമുള്ള സർവ്വതും ആവശ്യങ്ങൾ വരുമ്പോൾ എല്ലാം എളുപ്പമായി കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. എല്ലാവരും 11 തവണ കൂടെ ചൊല്ലുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما
على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الله നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമുക്കിനി അവസാനമായൊരു സ്വലാത്തും കൂടെ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് നമുക്ക് വർദ്ധിച്ചു കിട്ടാനും തങ്ങൾ നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കാനും തങ്ങളുടെ ഒരുപാട് നല്ല ആ സ്വഭാവങ്ങൾ തായ തങ്ങൾ
സ്വഭാവത്തിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരാണ് തങ്ങൾ. തങ്ങളെക്കാൾ മികച്ച സ്വഭാവം ഒരാൾക്കും ഉണ്ടാവുകയില്ല. തങ്ങളുടെ സ്വഭാവം കണ്ടിട്ടാണ് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ തങ്ങളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരാനും നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വലാത്ത്, അതിന് വേണ്ടി തന്നെ മഹാന്മാർ പഠിപ്പിച്ച സ്വലാത്താണ്. ഒരു തവണ എല്ലാവരും കൂടെ ചൊല്ലുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. اللهم يا رب سيدنا محمد صلى الله عليه وسلم وآل سيدنا محمد صلى الله عليه وسلم أسألك بحق سيدنا محمد صلى الله عليه وسلم أن تصلي على سيدنا محمد صلى الله عليه وسلم وأن تحبب إلينا سيدنا محمد صلى الله عليه وسلم وأن تحببنا إلى سيدنا محمد صلى الله عليه وسلم وأن تخلقنا بأخلاق سيدنا محمد صلى الله عليه وسلم وأن ترزقنا المتابعة لسيدنا محمد صلى الله عليه وسلم وأن ترفع الحجاب بيننا وبين سيدنا محمد صلى الله عليه وسلم وأن تجمع بيننا وبين سيدنا محمد صلى الله عليه وسلم في الأول والآخر والظاهر والباطن والسر والعلانية واليقظة والمنام والحياة والممات في الدنيا والآخرة في لطف وعافية آمين. الله قبول شيئا رحمانه. ഇൻഷാ അല്ലാഹ് നമുക്കിനി അവസാനമായി ചൊല്ലാനുള്ള ഒരു പ്രാർത്ഥന കൂടെയുണ്ട്. ഔലിയാക്കന്മാരുടെ വിലായത്തിന്റെ മർത്തബാകുന്ന മർത്തബയിലേക്ക് നമുക്കും എത്തിപ്പെടാൻ മഹാന്മാർ പഠിപ്പിച്ച അത്ഭുത പ്രാർത്ഥന തങ്ങളുടെ സമുദായത്തിനുള്ള പ്രാർത്ഥന എല്ലാവരും ഒരുത്തവന്റെ കൂടെ ചൊല്ലുക. അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم أصلح أمة سيدنا محمد صلى الله عليه وسلم. اللهم فرج عن أمة سيدنا محمد صلى الله عليه وسلم. اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. اللهم اجعلنا من أمة سيدنا محمد صلى الله عليه وسلم. الله وهني قبول شيئا رحمانه. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين الملك الجبار راج سيدا يا الله. നാം ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ, ദുആകളെല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ ഭാഗത്തു നീ കബൂൽ ചെയ്ത് ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലോ. അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ മക്കള്, പേരമക്കള്, ചിതാദികൾ, സ്വഹാബുൽ കിറാം, സർവ്വ അംബിയാ മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ, മഹത്തുക്കള്, അല്ലാഹുവേ ഉസ്താദന്മാർ, നമ്മുടെ മജ്ലിസിലുള്ള ഓരോരുത്തരുടെയും കുടുംബത്തിൽ മരിച്ചുപോയവരുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ല. അവരുടെ പാരത്രിക ലോകം നീ സുഖകരമാക്കണമല്ല. സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നീ കൊടുക്കണമല്ല. അല്ലാഹുവേ, അവരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ ഒരുമിക്കാൻ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ അവിടുത്തെ ചിവായിലായി നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണമല്ല. അവിടുത്തെ തിരുക്കല്യാണം നടക്കുന്ന വേളയിൽ സ്വർഗത്തിൽ കൂടാൻ ഞങ്ങൾക്കും ഭാഗ്യം നൽകണമല്ല. അല്ലാഹുവേ, അതിനെ തൊട്ട് നിഷേധിക്കുന്ന
അല്ലാ, പുറത്താക്കപ്പെടുന്ന ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലംഘുന്ന വജ്ഹ് അല്ലാഹുവേ, ഭൗതിക ലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത സൗന്ദര്യത്തിന്റെ ഉടമയാണ് മുത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം നോക്കി സ്വഹാബികൾ പറയുമായിരുന്നു, അല്ലാ, ചന്ദ്രനാണോ പ്രകാശം, അല്ല മുത്തായ തങ്ങൾക്കാണോ പ്രകാശം? അങ്ങനെ അവർ വേർതിരിഞ്ഞിങ്ങനെ നോക്കി അവസാനം അവർ പറയും, മുത്തായ തങ്ങൾക്കാണ് ഏറ്റവും വലിയ സൗന്ദര്യം, പ്രകാശമുള്ളത്. അല്ലാഹുവേ, അലങ്കുന്ന വജ്ഹ് നമുക്ക് ഈ പരിശുദ്ധ മാസത്തില് ഒന്ന് കാണാനുള്ള തൗഫീഖ് നൽകണമല്ല. കണ്ടവർക്ക് വീണ്ടും വീണ്ടും കാണാനും, അല്ലാഹുവേ, കണ്ടവർക്ക് പിന്നെ യഖ്ളത്തിൽ കാണാനും. അല്ലാഹ്, മഹാനായ ശാദുലി ഇമാം തങ്ങൾ മുത്തായ തങ്ങളെ യഖ്ളത്തിൽ കണ്ട് സന്തോഷിച്ചിരുന്ന മഹാനവറുകളാണ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും തൗഫീഖ് നൽകണമല്ല. യാ റബ്ബ് യാ അല്ലാഹ്, പരിശുദ്ധ മദീനയിലേക്ക് ഞങ്ങളെ നീ പലതവണ എത്തിക്കണമല്ല. അല്ലാഹുവേ, നീയുള്ള റബീഉൽ അവ്വൽ മാസങ്ങളില് അല്ലാഹ് പരിശുദ്ധ മദീനയിലേക്ക് തന്നെ നമുക്കെത്താനും അവിടെ തങ്ങളെ മദ്ഹ് ചൊല്ലാനും ബുർദ പാടാനും സ്വലാത്തുകൾ ധാരാളം ധാരാളം ചൊല്ലി നമുക്ക് തങ്ങളവിടെ വെച്ചൊന്ന് കാണാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. മഹാനവറുകൾ പരിശുദ്ധ മദീനയിൽ ചെന്ന് സലാം പറയുമ്പോൾ സലാം അടക്കുന്നതെന്ന് കേൾക്കുമായിരുന്നു. അല്ലാഹുവേ, മഹാനവറുകളെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്കും പരിശുദ്ധ മദീനയിൽ ചെന്ന് സലാം പറയുമ്പോൾ അതെന്ന് മടക്കുന്നതെന്ന് തങ്ങൾ മടക്കുന്നതെന്ന് കേൾപ്പിച്ച് തരണം റഹ്മാനെ. അല്ലാഹുവേ, അതിന് പാകപ്പെട്ട ജീവിതം ഞങ്ങൾക്ക് നൽകണമല്ല. അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പരമാവധി പകർത്താനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഒറ്റപ്പെടുമ്പോൾ ശൈത്താന് പല കുടുക്കിൽ പെടുത്തുകയാണ് അല്ലാഹ്. അവന്റെ കുടുക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് മുത്തായ തങ്ങളെ ബറക്കത്തുകൊണ്ട് മോചനം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നീ മോചനം നൽകണം റഹ്മാനെ. നാം തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൽബിന്റെ കഷ്ണമായ കരലിന്റെ കഷ്ണമായ ആരംഭപ്പൂവായ മുത്തായ തങ്ങൾ അവിടുന്ന് കണ്ട് ദുഃഖിക്കും, അവിടുന്ന് കണ്ട് വേദനിക്കും, കരയും. നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. റബ്ബേ, അവിടത്തെ വേദനിപ്പിക്കാത്ത രൂപത്തിൽ മരണം വരെ അവിടത്തേക്ക് സന്തോഷമുണ്ടാകുന്ന ഓരോ കാഴ്ചകളും ഓരോ പ്രവർത്തനങ്ങളും ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മെ നാമാക്കിലെ മാതാപിതാക്കൾ ഉസ്താദന്മാർക്ക് ദീർഘ ആയുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണമല്ല. അവരുടെ പൊരുത്തത്തിന് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുന്നതിന് തടസ്സമുണ്ടാക്കുന്ന എല്ലാ വാക്കുകൾ പ്രവർത്തനങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നീ മോചനം നൽകണമല്ല, രക്ഷ നൽകണമല്ല. അവരുടെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല. അവർക്കും നമുക്കും ഭാര്യമക്കൾ കൂട്ടുകുടുംബാദികൾ ജ്യേഷ്ഠാനുജന്മാർ പ്രത്യേകിച്ച് മജ്‌ലിസുള്ള ഓരോരുത്തരും ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാവർക്കും നീ ഖൈറ് നൽകണമല്ലോ. പാവങ്ങൾ പുറത്തു തരണമല്ലോ, ദോഷങ്ങൾ പുറത്തു തരണം റഹ്മാനെ. സന്തോഷമുള്ള ജീവിതം നൽകണമല്ലോ. ശാരീരിക മാനസിക പൈശാചിക പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുകയാണ് അല്ലാഹുവേ. സ്ട്രോക്ക് പോലോത്ത ക്യാൻസർ പോലോത്ത സുഗർ പ്രഷർ പോലോത്ത പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, അവർക്ക് ആജിലായ തമായ ശിഫാഹ് നൽകണമല്ലോ, എന്നേക്കുമുള്ള ശിഫാഹ് നൽകണം റഹ്മാനെ. യാ റബ്ബ് യാ അല്ലാഹ്, പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങൾ, അറ്റക്ക് പോലത്തെ മരണങ്ങൾ, പടഞ്ഞു വീഴുന്ന മരിക്കേണ്ട ഒരവസ്ഥ, നടു റോഡിൽ വെച്ച് മരിക്കേണ്ട ഒരവസ്ഥ, ആത്മഹത്യ ചെയ്തുള്ള മരണങ്ങൾ ആർക്ക് വിധിക്കല്ലേ അല്ലാഹ്, ശത്രുക്കൾക്കടക്കം വിധിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, മരിച്ചതിന് ശേഷം അനുഭവിക്കേണ്ട ശിക്ഷകളൊന്നും നമുക്കത് കഴിയില്ല റബ്ബേ.
അല്ലാഹുവേ നിന്നെ ധിക്കരിച്ചില്ല റഹ്മാനെ. അറിയാതെ പല തെറ്റുകൾ ചെയ്തവരാണ് ശൈത്വാനിന്റെ കുടുക്കില്. ഖേദമുണ്ട് റബ്ബേ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണം അല്ലാഹ്. യാ അല്ലാഹ് നമ്മുടെ തൗബ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ ചൊല്ലിയ മജ്ലിസിൽ ചൊല്ലിയ ദിക്ർ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്കെന്തെന്നില്ലാത്തൊരു ഉയർച്ച നൽകണമല്ല, എന്തെന്നില്ലാത്ത മാറ്റം നൽകണമല്ല, എന്തെന്നില്ലാത്ത ചേഞ്ചസ് നൽകണമല്ല. അല്ലാഹുവേ ചൊല്ലിയ മജ്ലിസിൽ ചൊല്ലിയ സ്വലാത്തിന്റെ കാരണത്താൽ ഇനി മുതൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുത്തായ തങ്ങൾ വലുതാക്കി തരണം റഹ്മാനെ. നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു മുഹബ്ബത്ത് ഇട്ട് തരണം റഹ്മാനെ, എന്തെന്നില്ലാത്ത സ്നേഹം ഇട്ട് തരണം റഹ്മാനെ. പരിശുദ്ധ പച്ചക്കുബ്ബ കാണുമ്പോൾ പൊട്ടിക്കരയുന്ന, അവിടുത്തെ പരിശുദ്ധ പച്ചക്കുബ്ബയുടെ ഫോട്ടോ കാണുമ്പോൾ പൊട്ടിക്കരയുന്ന എത്രയോ ആളുകളുണ്ട്. അവരെ പോലെ തന്നെ നമുക്ക് മാറാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ നമുക്ക് ബോറടിക്കുമ്പോൾ, ടെൻഷനാകുമ്പോൾ, ദുഃഖം അനുഭവിക്കുമ്പോൾ തങ്ങളെ അത് കേട്ട് അതിൽ നിന്ന് നമുക്ക് മോചിക്കാൻ, അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ പെട്ടെന്നുണ്ടാകുന്ന എല്ലാവിധ അപകട മരണങ്ങളും ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. പടച്ച റബ്ബേ നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ. എല്ലാവിധ കിബർ, ഹസദ്, അതുപോലത്തെ മാരക രോഗങ്ങൾ ഞങ്ങളെ മനസ്സ് നന്നാക്കണമല്ല. ഗൈബത്ത്, നമീമത്ത് പറയുന്നവരാക്കല്ലേ അല്ല, മറ്റുള്ളവനെ വഞ്ചിക്കുന്നവരാക്കല്ലേ അല്ല. അല്ലാഹുവേ മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ പറയുന്നവരോ പ്രവർത്തിക്കുന്നവരോ ആക്കല്ലേ അല്ല. അല്ലാഹുവേ ഹസ്നുൽ ഖുൽഖ് നൽകണം റഹ്മാനെ. സുൽ ഖുൽഖ് നമുക്ക് ആർക്കും തരല്ലേ അല്ല. ഹസ്നുൽ ഖാത്തിമ നൽകണം അല്ല. സുൽ ഖാത്തിമ ആർക്കും തരല്ലേ അല്ല. പടച്ച റബ്ബേ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല വീട് നൽകണമല്ല. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണമല്ല. മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണമല്ല. തന്ന മക്കളെ സ്വാലിഹീങ്ങളിൽ, അക്കിരീങ്ങളിൽ, ആശിക്കീങ്ങളിൽ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന മക്കളാക്കണം റഹ്മാനെ. അവരുടെ മനസ്സിൽ മുത്തായ തങ്ങളോടുള്ള ഹബ്ബ് നിറച്ചു കൊടുക്കണമല്ല. പടച്ച റബ്ബേ വിവാഹ പ്രായമെത്തിയത്ര യുവതി യുവാക്കളുണ്ട്. അനുയോജനകളെ കൊടുത്ത് സന്തോഷമുള്ള കുടുംബജീവിതം നൽകണമല്ല. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.